സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണമുണ്ടായിരിക്കുന്നു. പാലക്കാട് മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരനെയാണ് സ്വന്തം വീട്ടുമുറ്റത്ത് കാട്ടാന ചവിട്ടിക്കൊന്നത്. മൃതദേഹം വിട്ടു നൽകാതെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ പ്രതിഷേധം ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. കുമാരന്റെ കുടുംബത്തിനുള്ള ആദ്യഘട്ട സഹായധനമായ 5 ലക്ഷം രൂപ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈമാറുകയും ചെയ്തു. പുലർച്ചെ 3:30 വീട്ടുമുറ്റത്ത് വെച്ചാണ് മുണ്ടൂർ ഞാറക്കോട് സ്വദേശിയായ കുമാരനെ കാട്ടാന ആക്രമിച്ചത്. ആന ചവിട്ടുകയും ചുഴറ്റിയെറിയുകയും ചെയ്ത കുമാരൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കാട്ടാന പ്രദേശത്ത് തന്നെ തമ്പടിച്ചതോടെ ഏറെ നേരം കഴിഞ്ഞാണ് മൃതദേഹത്തിനടുത്തേക്ക് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എത്താനായത്. എല്ലാവരും നോക്കുമ്പോൾ കണ്ടില്ല. അപ്പം ഞാൻ വെറുതെ ജനലിൽ കൂടി ഒന്ന് നോക്കി. അപ്പോൾ ആ കല്ലിൻ്റെ അവിടെ ബോഡി ഉണ്ട്. എനിക്ക് ബാക്ക് പോലെ തോന്നി. അപ്പോഴേക്കും സംശയം ഞാൻ ജനലിൽ കൂടെ സൂം ചെയ്ത് ഫോണിലെടുത്തു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നോക്കി. അപ്പോൾ ഏട്ടനാന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് എല്ലാവരും വിളിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരികയും പറഞ്ഞ് വിളിച്ചു. എന്നാലും അവർക്ക് വരാനൊരു പേടി, ഇരുട്ടാണല്ലോ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ കുമാരേട്ടനാണെന്നുള്ളത് മനസ്സിലായി. ആക്രമണത്തിന് പിന്നാലെ വൻ പ്രതിഷേധമാണ് കുമാരന്റെ ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ നടന്നത്. പ്രതിഷേധം ശക്തമായതോടെ VK ശ്രീകണ്ഠൻ MP, മലമ്പുഴ MLA പ്രഭാകരൻ, കളക്ടർ G പ്രിയങ്ക, DFO എന്നിവർ സംഭവസ്ഥലത്തെത്തി. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ബന്ധുക്കൾ ഉറച്ചുനിന്നു. ചർച്ചകൾക്കൊടുവിൽ മുന്നോട്ട് വെച്ച ഉപാധികൾ ജില്ലാ ഭരണകൂടം അംഗീകരിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തയ്യാറായി. വന്യജീവി ശല്യം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും കുമാരന്റെ മകന് താത്കാലികമായി ജോലി നൽകാനും ചർച്ചയിൽ തീരുമാനിച്ചു. നഷ്ടപരിഹാര തുക ഇപ്പം തന്നെ പാതി 5 ലക്ഷം റുപ്യ ഇന്ന് തന്നെ ഭാര്യയുടെ പേരിൽ കൊടുക്കും. ഒരു താൽക്കാലികമായിട്ടൊരു ജോലി ഈ കുടുംബത്തിലെ ഒരാൾക്ക് കൊടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. അത് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കൊടുക്കാനുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കുങ്കി ആനയെ ഇവിടെ തന്നെ നിർത്തി ഈ ആനയെ കാട് കയറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഏർപ്പാട് ചെയ്യാം. അതിന് DFO ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് അതിനുള്ള സഹായം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ആനകളെ തുരത്തുന്നത് പഴഞ്ചൻ രീതിയാണെന്നും പമ്പ് ആക്ഷൻ ഗൺ എന്ന പുതിയ സംവിധാനം നടപ്പിലാക്കണമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള ശേഷിയുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈയിടെയാണ് വാങ്ങിച്ചത്. അത് ഉപയോഗിച്ച് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം അവരാവശ്യപ്പെട്ടതുപോലെ കുങ്കിയാനകളെ കൊണ്ടുവന്നുള്ള നടപടികൾ രണ്ടും ഒരേ സമയത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് നിർദ്ദേശിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുമാരന്റെ നട്ടെല്ലിനും കഴുത്തിനും വാരിയലിനും ഒടിവ് സംഭവിച്ചതായും ആന്തരിക രക്തസ്രാവവും മരണകാരണമായെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം തൃശൂർ ഐവർമഠം ശ്മശാനത്തിൽ സംസ്കരിച്ചു. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കൊമ്പനെ കാട്ടിലേക്ക് തുരത്താനായി പ്രദേശത്ത് കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.